ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഒരു നോസ് പുള്ളിങ് ചലഞ്ചാണ്. നമ്മുടെ നേരത്തെയുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. എന്താ നോസ് പുള്ളിങ് ചലഞ്ച് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ റിൻസ് ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നോസിൽ പുള്ള് ചെയ്യും. പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒരു പോയിന്റ് കിട്ടും. തിരിച്ചു അതുപോലെ തന്നെ. ഓക്കെ, ഫസ്റ്റ് റിൻസ് ഇവിടെ ചോദിക്കും, പിന്നെ ഞാൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചു. ഫസ്റ്റ് എനിക്ക് പണി ക്വസ്റ്റ്യൻ ചോദിക്കണേ. അമ്മ കല്ലിലും മുള്ളിലും, മകൾ കല്യാണപ്പന്തലിലും. പറ, ആൻസർ പറ. അമ്മ കല്ലിലും മുള്ളിലും, മകൾ കല്യാണപ്പന്തലിലും. കല്യാണപ്പന്തലിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിരിക്കും. ഫ്രൂട്ട്സ് ആണോ? അത് പറയില്ല. പറ, സമയം കഴിവിട്ടെന്ന് പറ. പൊത്തിച്ചക്ക അല്ല, തെറ്റേ. വാഴയും വാഴപ്പഴവും. അത് ചെയ്യാം. അപ്പൊ തെറ്റിയേ. അടുത്തത് പറ. ഞാനല്ലേ? ക്വസ്റ്റ്യൻ. ഇത്തിരി കുഞ്ഞൻ ഒരൊറ്റക്കണ്ണൻ. ഇത്തിരി കുഞ്ഞൻ ഒരൊറ്റക്കണ്ണൻ. ഇത്തിരി കുഞ്ഞൻ ഒറ്റക്കണ്ണേ ഉള്ളു. ഇത്തിരി കുഞ്ഞൻ, ഇത്തിരി കുച്ചിപ്പോലെ ഉള്ളു. ഒറ്റക്കണ്ണനാ? കുഞ്ഞിക്കില്ല. ആണോ? എനിക്കൊരു പോയിന്റ്. ഫസ്റ്റിനെ കണ്ടാൽ അറിയില്ല, കൊണ്ടാൽ അറിയും. കണ്ടാൽ അറിയില്ല, കൊണ്ടാലറിയും. വടിയില്ല. മതി, ഒരു ആൻസർ. ഒന്നേ ഉള്ളൂ. ഒരു ആൻസർ പറയാൻ പറ്റൂ. ആൻസർ തെറ്റാണ്. ഞാൻ പറയുന്നത് കാറ്റ്. ഞാൻ മനസ്സിൽ പറഞ്ഞൂടെ, ആത്മകഥം പറഞ്ഞൂടാ. ഇത്തിരി പോന്ന വായ, പറ പോലെ വയറും. ഇത്തിരി പോന്ന വായ, പറ പോലെ വയറും. ആമേ അല്ല, ആമയൊന്നുമല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം പറഞ്ഞു. കുസൃതി ചോദ്യമാണ്. ഉത്തരം പറഞ്ഞ് ആമേന്ന്. ഉത്തരം കുടം. ജീവനില്ലാത്തെന്ന് പറയണം. അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ മതി. അപ്പൊ അത് ആൻസർ ആയിരുന്നേ. എത്ര തല്ല് കൊണ്ടാലും നിലവിളിച്ചാലും ഇത്തിരി കണ്ണുനീര് പോലും വരില്ല. എന്താണത്? സിമ്പിള്. എത്ര തല്ല് കൊണ്ടാലും നിലവിളിച്ചാലും ചെണ്ട. തേർഡ് റൗണ്ട്. തേർഡ് ഞാൻ കഴിഞ്ഞ അടുത്ത് നീ എന്ന് പറഞ്ഞില്ല. അപ്പോഴേ തേർഡ് കഴിയും. ഒന്നാം തന്നെയാ. ആരോടും മല്ലടിക്കും, വെള്ളത്തോട് മാത്രമില്ല. എല്ലാരോടും മല്ലടിക്കും, പക്ഷെ വെള്ളത്തോട് മാത്രം കളിയില്ല. തീയാണോ? അല്ലല്ല. ഇവരുടെ ചോദിച്ചാ അണയില്ല. ഉത്തരം പറഞ്ഞേ. ഉത്തരം പറഞ്ഞേ. പറഞ്ഞല്ലോ ഞാൻ. തീയല്ല, എനിക്ക് അറിഞ്ഞൂടാ. ഉത്തരം പേര് അഗ്നി. പക്ഷെ വെള്ളം നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്ക് അണയില്ല. തീ അതല്ലേ പറഞ്ഞത്, തീയോട് മാത്രം കളിക്കാൻ പറ്റൂലെന്ന്. വെള്ളത്തോട് മാത്രം കളിക്കാൻ പറ്റൂലെന്ന്. ശരിയാണ്. എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി. ഞാൻ തന്നെ ആൻസർ പറഞ്ഞേ. തീ എന്ന് പറഞ്ഞിട്ട് കറുത്തവൻ കുളിച്ചപ്പോൾ വെളുത്തവനായി. കറുത്തവൻ കുളിച്ചപ്പോ വെളുത്തവനായി. കറുത്ത എന്തോ പറഞ്ഞറിയാന്ന് പറയട്ടെ. അപ്പൊ കറുത്ത എന്തോ സാധനം പൊളിക്കുമ്പോ അതിനകത്ത് വെള്ള സാധനം ഉണ്ട് എന്നാണ് അർത്ഥം. ഇത്രയും കണ്ടുപിടിച്ചെടുത്താ. സാധനങ്ങള് കറുത്ത സാധനം ആലോചിക്കുക. ഞാൻ സമയം തരുന്നുണ്ട്. കറുത്ത സാധനം. കണ്ണ്. കണ്ണ് എങ്ങനെ വെളുത്തതായി? അകത്ത് കണ്ണുണ്ടല്ലോ. തെറ്റേ ആൻസർ. പറയട്ടെ. ഉഴുന്ന്. കറുത്ത ഉഴുന്ന് കഴുകുമ്പോ വെള്ളയാവും. ഒന്നും കൂടെ. അരയുണ്ട്, കാലുണ്ട്, പക്ഷെ കാലിന് പാദമില്ല. അരയുണ്ട്,
ഉണ്ട്, പക്ഷെ ആ കാലിപ്പാദം മാത്രം ഇല്ല. ക്ലൂ ക്ലൂ ഒന്നുമില്ല, ഞാൻ മാത്രം എപ്പോഴും ക്ലൂ തന്നു. ഞാനാണ് ക്ലൂ തന്നത്. അരയുണ്ട്, പാദമുണ്ട്. പാതയില്ല. കാലുണ്ട്, പക്ഷെ അത് പാതയില്ല. പായ. പായക്ക് ഇവിടെ കാര, ഇവിടെ കാല്, പാൻറ് 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 പാൻറ്. ഓക്കെ, യോ അടുപ്പിൻ തിണ്ണയിൽ അമ്മായിയമ്മ. ഇത് മറ്റേ അടുപ്പിൻ തിണ്ണയിൽ അമ്മായി പണ്ടവൾ പഠിക്കുമ്പോ നമ്മള് ഇതെന്ന് പറഞ്ഞൂടെ ഞാൻ വന്നോണ്ടിരിക്കും. അയ്യോ ആണല്ലോ അവര് പറയണ്ട. വിളക്കാണ്. അടുപ്പിൻ തിണ്ണയിൽ അമ്മായിയമ്മ. അയ്യോ വിളക്കാണ്. അയ്യോ അല്ല, ആൻസർ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. അയ്യോ എന്നെ വന്നിട്ട് പൂച്ച. ഞാൻ പണ്ടവള് സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും സമ്മതിച്ചല്ല. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. കാലൊന്നേ ഉള്ളൂ, പക്ഷെ ഏറെ ദൂരം നടക്കും. കാലൊന്നാ ഒറ്റ കാലം ചന്തയ്ക്ക് പോയി, അത് ഓർത്താ മതി. ഞാൻ മാത്രം ഞാൻ ജയിച്ചു. ഞാൻ എത്ര ആൻസർ ഉണ്ട്? 3 ആൻസർ ഉണ്ട്. ഞാൻ പറഞ്ഞു നമ്മളാഴത്തിന് പിടിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച്